Dear students, welcome to English class, A standard, notes for learning. പഠിക്കാനുള്ള നോട്ടാണ്. അടുത്ത ഞായറാഴ്ച പരീക്ഷ നടത്തുന്നുണ്ട്. ഒന്നാമത്തെ പാഠത്തിൻ്റെ ദ മിസ്റ്റീരിയസ് പിക്ചറിൻ്റെ അതിൻ്റെ പാഠമെടുത്തു, അതിന് മീനിങ് തന്നു, ഇനി അതിൻ്റെ ഷോർട്ട് നോട്ട് തരുന്നു. ഈ നോട്ട്സ് നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് ആ എഴുതിയെടുത്ത നോട്ടിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ഈ ക്ലാസ് കേൾക്കുക. ഓക്കെ, ഇത് റെഫറൻസ് ആണ്. A standard, the mysterious picture, short questions and answers. ഒന്നാമത്തെ ചോദ്യം, question 1. Where did the events in the story take place? എവിടെയാണ് ഈ കഥയിലെ സംഭവങ്ങൾ നടന്നത്? ഇവന്റ്സ്, സംഭവങ്ങൾ. ആൻസർ, in the palace of the archduke. ആർച്ച്ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലാണ്. ഇൻ ദ പാലസ് ഓഫ് ദി ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ ദ പാലസ് എന്ന് മാത്രം പറയാം, അല്ലെങ്കിൽ ഇൻ ദ പാലസ് ഓഫ് ദി ആർച്ച്ഡ്യൂക്ക് എന്ന് പറയാം. ക്വസ്റ്റ്യൻ 2. ഹു ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി? ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ടിൽ അലൻ സ്പീഗൽ ദ പെയിന്റർ. ടിൽ അലൻ സ്പീഗൽ ദ പെയിന്റർ. അലൻ സ്പീഗൽ എന്ന ആ ചിത്രകാരനാണ് ടൈൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചിലപ്പോഴതിന് ടിൽ എന്ന് റെഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലും ഉച്ചരിക്കുന്നുണ്ട്. അയാളാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ആർ ദി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദി പെയിന്റർ ഓഫ് ടൈൽ? ടൈൽ എന്ന ആ ചിത്രകാരന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ഫീച്ചേഴ്സ് എന്താണ്? ടൈൽ ഈസ് എ ഗ്രേറ്റ് പെയിന്റർ. അയാൾ ഒന്നാം തരം ചിത്രകാരനാണ്. ഹി ലുക്സ് വെരി ലീൻ. വളരെ മെലിഞ്ഞ ശരീരമുള്ള ആളാണ്. ഹി ട്രാവൽസ് ഓൺ ദ ബാക്ക് ഓഫ് എ ഡോങ്കി. കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന ആളാണ്. ഫ്രം കോർട്ട് ടു കോർട്ട്. കോർട്ട് ടു കോർട്ട്, കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന മെലിഞ്ഞ ലോകപ്രശസ്ത ചിത്രകാരനാണ് ടൈൽ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൂ സ്റ്റോപ്ഡ് ടൈൽ അറ്റ് ദ ഗേറ്റ്? ആ കൊട്ടാരത്തിലേക്ക് കടക്കും മുൻപ് കവാടത്തിൽ വെച്ച് അദ്ദേഹത്തെ ആരാണ് തടഞ്ഞു നിർത്തിയത്? ദ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ്. ഗാർഡ്സിന്റെ ക്യാപ്റ്റനാണ് തടഞ്ഞു നിർത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഹും ഡിഡ് ടൈൽ വാണ്ട് ടു സീ? ആരെ കാണണം? ആരെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ചെന്നത്, ഗേറ്റിന്റെ അടുത്തേക്ക് ചെന്നത്? ആൻസർ, ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിനെ കാണാനാണ് അദ്ദേഹം പോയത്. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഡിഡ് ഹി വാണ്ട് ടു ഷോ? ആർച്ച് ഡ്യൂക്കിനെ എന്താണ് കാണിക്കേണ്ടിയിരുന്നത്? അദ്ദേഹം എന്താണ് അദ്ദേഹത്തെ കാണിക്കാൻ കൊണ്ടുപോയത്? ഹി വാണ്ടഡ് ടു ഷോ ദ പെയിന്റിംഗ് ഓഫ് വിർജിൻ മേരി. കന്യാമറിയത്തിന്റെ ഒരു ചിത്രമാണ് അദ്ദേഹം കാണിക്കാൻ കൊണ്ടുപോയത്. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഡിഡ് ദ ആർച്ച് ഡ്യൂക്ക് ഓർഡർ? എന്താണ് ആർച്ച് ഡ്യൂക്ക് ഇദ്ദേഹത്തോട് ആജ്ഞാപിച്ചത്? The Archduke ordered Tile to draw his picture with courtiers. താനും തന്റെ കൊട്ടാര പരിവാരങ്ങളും നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ചിത്രമാണ് വരയ്ക്കാൻ ആവശ്യപ്പെട്ടത്. ക്വസ്റ്റ്യൻ 8. What was his suggestion? എന്താണ് അദ്ദേഹം പ്രത്യേകമായി നിർദ്ദേശിച്ചത്? His suggestion was to draw the picture in original. രൂപത്തിന്, മുഖത്തിന് ഒരു മാറ്റവും വരുത്താതെ ഒറിജിനലായിട്ട് ശരിയാം വിധം വരയ്ക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. എന്നാൽ വാട്ട് വാസ് ദി ഡിമാൻഡ് ഓഫ് ദി റിലേറ്റീവ്സ് ആൻഡ് ദ കോർട്ടിയേഴ്സ്? ആ രാജസദസ്സിലെ പരിവാരങ്ങളുടെയും ബന്ധുക്കളുടെയും ആവശ്യം എന്തായിരുന്നു? ദേ ഡിമാൻഡഡ് ടു മോഡിഫൈ ദിയർ ഫിഗേഴ്സ്. അവരുടെ ഫിഗർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അവർ ആവശ്യപ്പെട്ടത്. ഇതുവരെ കടന്ന വേർഡ്സ് കണ്ടോളൂ. ഈവൻസ്, സംഭവങ്ങൾ. ഈ നോട്ട്, ഈ മീനിങ് എഴുതിയെടുത്തുള്ള. ടേക്ക് പ്ലേസ്, സംഭവിക്കുക. സ്പെഷ്യൽ ഫീച്ചേഴ്സ്, സവിശേഷതകൾ. വിർജിൻ മേരി, കന്യാമറിയം. സജസ്റ്റ്, നിർദ്ദേശിക്കുക. സജഷൻ ആണെങ്കിൽ നിർദ്ദേശം. കൺഫ്യൂസ്, ശരിയും തെറ്റും വേർതിരിച്ചറിയാതെ കുഴപ്പത്തിലാവുക, അതാണ് കൺഫ്യൂഷൻ. ആ കുഴപ്പത്തിൽ ആവൽ.
ഡിസൈഡ് തീരുമാനിക്കുക, ഡിസിഷൻ തീരുമാനം, വാണിംഗ് മുന്നറിയിപ്പ്, നോബിൾ ബ്ലഡ് വരാനുള്ളതാണ്, ശ്രേഷ്ഠ രക്തം. വൺസ് അഗെയിൻ ഈ ചോദ്യത്തിൽ വരുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകളാണ്, അറിയാം, എന്നാലും ഒന്നുകൂടി പഠിച്ചു വെക്കുക. ഈവൻസ് സംഭവങ്ങൾ, ടേക്ക് പ്ലേസ് സംഭവിക്കുക, സ്പെഷ്യൽ ഫീച്ചേഴ്സ് സവിശേഷതകൾ, വിർജിൻ മേരി കന്യാമറിയം, സജസ്റ്റ് നിർദ്ദേശിക്കുക, കൺഫ്യൂസ് കുഴപ്പത്തിലാവുക, ഡിസൈഡ് തീരുമാനിക്കുക, വാണിംഗ് മുന്നറിയിപ്പ്, നോബിൾ ബ്ലഡ് ശ്രേഷ്ഠ രക്തം. Yes, let us continue. What made child confused? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ആയത്? സോറി, അതിന് മുന്നേ ഒന്നുകൂടി വായിക്കാം. What was the demand of the relatives and the courtiers? രാജസദസ്യരുടെയും ബന്ധുക്കളുടെയും ആവശ്യം എന്തായിരുന്നു? They demanded to modify their figure. അവർ അവരുടെ രൂപം ഭംഗി കൂട്ടാൻ ആവശ്യപ്പെട്ടു. മോഡിഫൈ, MODIFI, മോഡിഫൈ മീൻസ് മോടി പിടിപ്പിക്കുക, ഭംഗി കൂട്ടുക. അവർ അവരുടെ രൂപം ഭംഗി കൂട്ടാൻ ആവശ്യപ്പെട്ടു. വാട്ട് മേഡ് ഇറ്റ് കൺഫ്യൂസ്? എന്താണ് അദ്ദേഹത്തെ കൺഫ്യൂസ്ഡ് ആക്കിയത്? If he drew the picture in original, അഥവാ അദ്ദേഹം യഥാർത്ഥമായ ചിത്രം വരച്ചാൽ the courtiers would kill him. അങ്ങനെയാണെങ്കിൽ രാജസദസ്യർ അദ്ദേഹത്തിന്റെ പണി കഴിക്കും. If he modified the figures, ഇനി രൂപം ഭംഗി കൂട്ടിയാലോ, the king would cut his neck. രാജാവ് അദ്ദേഹത്തിന്റെ കഴുത്ത് വിട്ടു. ഇതാണ് കൺഫ്യൂഷൻ. What did he decide? ഒടുവിൽ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? He decided not to paint the picture. ഒടുവിൽ തീരുമാനിച്ചു ചിത്രം വരയ്ക്കുകയേ വേണ്ടെന്ന്. അങ്ങനെ തീരുമാനിച്ചു. പക്ഷെ വാട്ട് വാസ് ഹിസ് വാർണിംഗ്? പക്ഷേ ചിത്രം കാണാൻ വരുന്നവരോട് അത് എന്ത് മുന്നറിയിപ്പാണ് കൊടുത്തത്? Only the person with the noble blood can see the picture. ശരീരത്തിൽ ശ്രേഷ്ഠമായ രക്തമുള്ളവർക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ കഴിയുള്ളൂ എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ലാസ്റ്റ്, വാസ് ദി പെയിന്റർ എ ഫണ്ണി മാൻ? നമ്മുടെ ഈ ചിത്രകാരൻ ഒരു തമാശക്കാരനാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നോ, ഹി വാസ് നോട്ട് എ ഫണ്ണി മാൻ, ഹി വാസ് എ ക്ലവർ മാൻ. അദ്ദേഹം നല്ല സമർത്ഥനായിരുന്നു, അതുകൊണ്ടാണ് അവർ രക്ഷപ്പെടാൻ പറ്റിയത്. ഇതെന്താ നെക്സ്റ്റ് പേജ്? അതിൽ താജ്മഹലിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് തരുന്നതിന് മുൻപേ മാഷ അതിൽ കുറച്ച് വാക്കുകൾ, ബന്ധപ്പെട്ട വാക്കുകൾ നോട്ടായിട്ട് തരുന്നു. നോട്ട് എഴുതിയെടുക്കുക. നോട്ട് എഴുതിയെടുത്തതിന് ശേഷം ഈ ക്ലാസ് കേൾക്കുക. റിനൗൺ മീൻസ് പോപ്പുലാരിറ്റി, പ്രശസ്തി. റിനൗൺ താജ്മഹലിന്റെ വാക്കാണ്. പ്രിസർവ്, കീപ്പ് ഫോർ ലോങ്, നിലനിൽക്കുക, നിലനിൽക്കുന്ന. പ്രിസർവ്, കീപ്പ് ഫോർ ലോങ്, ഏറെക്കാലം നിലനിൽക്കുക. ഹാർഷ്, റഫ്, പരുഷമായ. ഓപ്പോസിറ്റ് സ്മൂത്ത്, ഓപ്പോസിറ്റ് സ്മൂത്ത്. ഫെയ്ഡ്, ഡിം, മങ്ങുക, മങ്ങിപ്പോവുക, കാലത്തിൽ ഒലിച്ചു പോവുക. അതാണ് ഇവിടെ ഫെയ്ഡ്, ഡിം. ആൻഡ് ഗ്രീവ്, GRIEVE, ഗ്രീവ്. ഫീൽ സാഡ്, ദുഃഖിക്കുക. ഗ്രീവ്, ദുഃഖിക്കുക. അതിന്റെ നാമപദം ഗ്രീഫ് എന്നാണ് കേട്ടോ. അത് അടുത്തതിൽ എഴുതാൻ നമുക്ക്. ഗ്രീഫിന്റെ അർത്ഥം സാഡ്. പക്ഷെ അത് വേറെ വാക്കാണ് ഇവിടെ എഴുതി വെച്ചത്. സാഡ്, ഓപ്പോസിറ്റ് ഗ്ലാഡ്. ഗ്രീവിന് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ഗ്രീഫ്, എന്നാൽ ഗ്രീവിന്റെ അർത്ഥം എന്താണ്? സാഡ്. അതിന്റെ ഓപ്പോസിറ്റാണ് ഗ്ലാഡ്. സാഡ് സങ്കടമുള്ള, ഗ്ലാഡ് സന്തോഷമുള്ള. ഗ്രീവ് വെർബാണ്, ദുഃഖിക്കുക. നൗണ് ഗ്രീഫ്. ആൻഡ് ഗ്രീം, ടു ഷൈൻ, തിളങ്ങുക. ഗ്രീം. സായ്, SIGH, സായ്, ദീർഘനിശ്വാസം, നിശ്വാസം, ലോങ് ബ്രീത്ത്. ഇനി കുറച്ച് രത്നങ്ങളുടെ പേരാണ്. എമറാൾഡ്, EMERALD, എമറാൾഡ്, മരതകം. റൂബി, RUBY, മാണിക്യം. പേൾ, PEARL, പേൾ, മുത്ത്.
ഇനി അതിന്റെ വർണ്ണമാണ് പറഞ്ഞത് ക്രിംസൺ. ക്രിംസൺ കടും ചുവപ്പുള്ള, ചെമ്പരത്തിപ്പൂവിന്റെ ചുവപ്പുള്ള, അതാണ് ക്രിംസൺ കളർ, കടും ചുവപ്പാർന്ന. ആൻഡ് സർവൈവ്, കാലത്തെ അതിജീവിക്കുക, SURVIVE, സർവൈവ് അതിജീവിക്കുക, ഓവർകം അതിജീവിക്കുക, കാലത്തെ അതിജീവിക്കുക. ബിലവഡ് ഡാർലിംഗ്, ഓമന പ്രിയതമ, ബിലവഡ്. ആൻഡ് എറ്റേണൽ, എറ്റേണൽ എക്സിസ്റ്റിംഗ് ഫോർ അവർ, അനന്തമായ ദീർഘകാലം നിലനിൽക്കുന്ന, ദാറ്റ് ഈസ് എറ്റേണൽ, ETERNAL. അത് നാമതമാണ് എറ്റേണിറ്റി, അനന്തത എന്നാണ് പറയുന്നത്. ഇനി അതിലൊരു 4-5 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ അടുത്ത ആഴ്ച പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. നോട്ട് തരുന്നു. വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് ഫ്ലോട്ട് എവേ? എന്തൊക്കെയാണ് ഒഴുകിപ്പോകുന്ന, മങ്ങിപ്പോകുന്ന, അകന്നു പോകുന്ന വസ്തുക്കളായിട്ട് ഇവിടെ പറഞ്ഞത്? യൂത്ത്, യുവത്വം, വെൽത്ത്, സമ്പാദ്യം, ഹെൽത്ത്, ആരോഗ്യം, ആൻഡ് ലൈഫ്, നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതം ഒഴുകിപ്പോകും, ആരോഗ്യം ഒഴുകിപ്പോകും, യുവത്വം ഒഴുകിപ്പോകും, അങ്ങനെ കൈവശമുള്ളതൊക്കെ ഒഴുകിപ്പോകും എന്നാണ് കവി പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹു വാസ് ഷാജഹാൻ? ആരായിരുന്നു ഷാജഹാൻ? ഷാജഹാൻ വാസ് എ മുഗൾ എംപറർ. ഷാജഹാൻ ഒരു മുഗൾ ചക്രവർത്തിയായിരുന്നു. മുഗൾ ചക്രവർത്തി, എംപറർ ചക്രവർത്തി, അതോടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇമ്പീരിയൽ പവർ, സാമ്രാജ്യത്വ ശക്തി, ഈസ് ലൈക്ക് സൺസെറ്റ്. ഇനി രാജാവിന്റെ ശക്തിയാണെങ്കിലും രാജശക്തിയാണെങ്കിലും അത് അസ്തമയ സൂര്യനെ പോലെയാണ് എന്ന് കവി പറയാൻ കാരണമെന്ത്? കാരണം എന്താണ്? അസ്തമയ സൂര്യന് നല്ല ചുവപ്പ് നിറം ഉണ്ടാകും, പക്ഷെ അല്പനേരം കഴിഞ്ഞാൽ അത് ഇരുട്ടായിട്ട് മാറിപ്പോവും. അതായത് സൂര്യൻ കടലിൽ അസ്തമിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു, മുങ്ങിപ്പോകുന്നു വിശ്വസിക്കുന്നു. മുങ്ങിപ്പോകുന്നതല്ല, മറയുന്നതാണ്. അപ്പം കടൽ പിന്നീട് ഡാർക്ക്നെസ്സിൽ ആയി മാറുന്നു. അതുമാതിരി ഏത് ശക്തിയും അത് അവസാനം ഇരുട്ടിൽ അവസാനിക്കുന്നു. സൺസെറ്റ് ഹാസ് ബ്യൂട്ടി ബട്ട് സ്ലോലി ഇറ്റ് ഡിസപ്പിയേഴ്സ്. അസ്തമയത്തിന് ഭംഗിയുണ്ട്, പക്ഷെ അസ്തമയ സൂര്യന്റെ ചുവപ്പ് രാശി, ചുവപ്പ് നിറം അല്പസമയത്തിന് ശേഷം മങ്ങിപ്പോകും. ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് ഈസ് താജ്മഹൽ കമ്പയർഡ് ടു? ഈ താജ്മഹലിനെ എന്തിനോടാണ് താരതമ്യപ്പെടുത്തിയത്? വാട്ട് ഈസ്, അല്ലെങ്കിൽ ടു വാട്ട്, എന്തിനോടാണ് താജ്മഹൽ താരതമ്യപ്പെടുത്തിയത്? താജ്മഹൽ ഈസ് കമ്പയർഡ് ടു ടിയർ ഇൻ ദി സ്കൈ. ആകാശത്ത് തൂങ്ങി നിൽക്കുന്ന, തങ്ങി നിൽക്കുന്ന ദുഃഖത്തിന്റെ കണ്ണുനീർത്തുള്ളി പോലെയാണ്, കണ്ണുനീർത്തുള്ളിയോടാണ് താജ്മഹലിനെ ഓർമ്മിച്ചിരിക്കുന്നത്. ടു എ ഡ്രോപ്പ് ഓഫ് ടിയർ, ഒരു തുള്ളി കണ്ണുനീരിനോട്. ഇൻ ദി സ്കൈ, ആകാശത്ത് തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന ഒരു കണ്ണുനീർത്തുള്ളിയോടാണ് ഈ താജ്മഹലിനെ ഓർമ്മിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഹും ഡിഡ് ഷാജഹാൻ ബിൽഡ് താജ്മഹൽ? ആർക്കു വേണ്ടിയാണ് ഷാജഹാൻ ഈ താജ്മഹൽ നിർമ്മിച്ചത്? ഫോർ ദി മെമ്മറി ഓഫ് ക്യൂൻ മുംതാസ്. അദ്ദേഹത്തിന്റെ രാജ്ഞി മുംതാസിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചത്. ദെൻ ലാസ്റ്റ് കഴിയാണ് പ്രൊഫൈൽ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. 4 വരി, അതായത് 8ാം ക്ലാസ് മുതൽക്ക് നമുക്ക് എഴുതാനുള്ളതാണ്. +2 വരെ പ്രൊഫൈൽ, ജീവചരിത്രം. ഞായറാഴ്ച പരീക്ഷയ്ക്ക് മാഷിത് ചോദിക്കും, പഠിച്ചു വെക്കുക. പ്രൊഫൈൽ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. പ്രൊഫൈൽ മീൻസ് ഷോർട്ട് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ്, ജീവചരിത്രത്തിന്റെ ഒരു ചെറു രൂപം. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോൺ ഇൻ 1861 ഇൻ വെസ്റ്റ് ബംഗാൾ. ഭാരതത്തിൽ വെസ്റ്റ് ബംഗാളിൽ 1861 ടാഗോർ ജനിച്ചത്. ഹി ഗോട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രം ഹോം. അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ടാഗോർ ഈസ് നോൺ ആസ് എ ഗ്രേറ്റ് റൈറ്റർ. മഹാനായ എഴുത്തുകാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹി റോട്ട് പോയംസ്, സ്റ്റോറീസ്, നോവൽസ് ആൻഡ് ഡ്രാമ. അദ്ദേഹം കവിതകളും കഥകളും നോവലുകളും നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. ടാഗോർ വാസ് അവാർഡഡ് നോബൽ പ്രൈസ്. അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള
നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഏത് കൃതിക്ക്? ടു ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് അല്ലെങ്കിൽ കാവ്യത്തിന്. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ഓൾസോ എ ഗുഡ് മ്യൂസീഷ്യൻ. അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനും ഫിലോസഫർ, തത്വചിന്തകനും ആൻഡ് എഡ്യൂക്കേഷനിസ്റ്റും ഒരു വിദ്യാഭ്യാസ നിപുണനുമായിരുന്നു. He left this world in 1941. അദ്ദേഹം 1941 അന്തരിച്ചത്. Once more the profile. ഒന്നുകൂടി നോക്കുക, ശ്രദ്ധിക്കുക. Profile of Rabindranath Tagore. Rabindranath Tagore was born in 1861. 1861 ജനിച്ചു in West Bengal. വെസ്റ്റ് ബംഗാളിലാണ് ജനിച്ചത്. He got primary education from home. വീട്ടിൽ വെച്ച് തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചത്. ടാഗോർ ഈസ് നോൺ ആസ് എ ഗ്രേറ്റ് റൈറ്റർ. മഹാനായ എഴുത്തുകാരനായിട്ടാണ് അറിയപ്പെടുന്നത്. ഹി റോട്ട് പോയംസ്, സ്റ്റോറീസ്, നോവൽസ് ആൻഡ് ഡ്രാമ. നാടകങ്ങൾ എഴുതി, കവിതകൾ എഴുതി, കഥകൾ എഴുതി, മാത്രമല്ല നോവലുകൾ എഴുതി. ടാഗോർ വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ടു ഗീതാഞ്ജലി. അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ ഗീതാഞ്ജലി എന്ന കാവ്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ഓൾസോ എ ഗുഡ് മ്യൂസിഷ്യൻ. അദ്ദേഹം അറിയപ്പെടുന്ന സംഗീതജ്ഞൻ കൂടിയായിരുന്നു, ഫിലോസഫർ, മാത്രമല്ല ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു, ചിത്രകാരൻ കൂടിയായിരുന്നു. അതും കൂടെ ഇതിനകത്ത് വേണമെങ്കിൽ എഴുതി ചേർക്കാറുണ്ട്. നന്നായിട്ട് വരയ്ക്കും. ഫിലോസഫർ, തത്വചിന്തകനായിരുന്നു. ആൻഡ് എഡ്യൂക്കേഷനിസ്റ്റും, നല്ല വിദ്യാഭ്യാസ ചിന്തകനായിരുന്നു. ഹി ലെഫ്റ്റ് ദിസ് വേൾഡ് ഇൻ 1941. 1861 ജനിച്ചു, 1941 അന്തരിച്ചു. അതുകൊണ്ട് ഈ നോട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അയക്കുന്നുണ്ട്. ഈ നോട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കുക. എന്നിട്ട് ഈ ക്ലാസ് കേട്ട് പഠിക്കുക. ആൻഡ് യു വിൽ ഹാവ് ദ എക്സാം ഓൺ സൺഡേ. ഞായറാഴ്ച ഇതിന്റെ പരീക്ഷയുണ്ട്. 2 പാഠം ഏതൊക്കെയാണ്? ഹിസ്റ്റീരിയസ് പിക്ചർ ആൻഡ് താജ്മഹൽ. താങ്ക് യു.